നോക്കാൻ പറ്റൂല. യോഗ ഇപ്പൊ നോക്കിയേ പറ്റുള്ളൂ. യോഗ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഏകാഗ്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതിനിടയ്ക്ക് നീ ശല്യം ചെയ്യല്ലേ? ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പറയാനാന്ന്. നിന്റെ അച്ഛൻ ശ്രീധരനത്തിന്റെ ബാക്കി തരാന്ന് പറഞ്ഞ കണ്ണടക്കേ. കണ്ണടച്ചിലടി ഇത്ര നേരം യോഗ ചെയ്തോണ്ടിരുന്നേ. ഇതല്ല. പിന്നെ ഏട്ടാ കണ്ണടക്കേ. എന്ത് കണ്ണടക്കി? ഓ അടച്ചു. നോക്ക് എന്നെ അല്ല. ഇത് ശരിയാണോ? രണ്ടുപേരെ കണ്ടില്ലേ? നമുക്കേ ഒന്ന് ആശുപത്രിയിലോട്ട് പോയി വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ചേട്ടാ ഇത് രണ്ടുപേരെ ഉണ്ട് ഉറപ്പാ. അതത്രേ ഉള്ളൂ, രണ്ടുപേരെ വരുള്ളൂ. അതല്ല എന്നെ എടുത്തു നോക്കാത്ത എന്താ? അതിനാണ് ഞാൻ ഒരു ശ്രമം നടത്തിയത്, പക്ഷെ വരണില്ല. പോയിട്ടായിരുന്നു. സിനിമയിലൊക്കെ ആണെങ്കിൽ എടുത്തു നോക്കി കറക്കേനെ. സിനിമയിലൊക്കെ ഡ്യൂപ്പല്ലേ അതൊക്കെ ചെയ്യണത്. നമുക്കിവിടെ ഡ്യൂപ്പ് ഇടാൻ പറ്റുമോ? നമുക്ക് നിന്റെ അടുത്ത പ്രസവത്തിന് ഞാൻ ജിമ്മിലൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ടും നിന്നെ ഞാൻ ഇങ്ങനെ എടുത്തിങ്ങനെ പൊക്കി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. നമുക്ക് ആശുപത്രി പോവാം. അല്ല, അതിന് മുന്നേ ഞാനേ വീട്ടിൽ അച്ഛനേക്ക് ഒന്ന് വിളിച്ച് പറയാം. അല്ലല്ല, ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ വിളിച്ചാൽ മതി. ആ എന്നൊരു കാര്യം ചെയ്യ്, റെഡി ആവും. നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോവാം. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ നല്ല ഡോക്ടർമാരുണ്ട്. എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ മതി. പ്രൈവറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ വാങ്ങുവന്മാര്. ചേട്ടന് പൈസയാണോ വലുത്? ഞാനാണോ വലുത്? ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ചേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം. ഇത് എന്റെ ആദ്യത്തെ കുഞ്ഞാണ്. എനിക്കും കുഞ്ഞിന് നല്ല കെയർ കിട്ടണം. പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിൽ ചെന്ന് കയറുമ്പോ തൊട്ടേ നല്ല കെയർ ആയിരിക്കും. പിന്നെ ആശുപത്രി ഞാൻ പറഞ്ഞില്ലേ, പ്രൈവറ്റ് ആശുപത്രിയിൽ അവരെന്തെന്ന് അറിയാമോ, നമ്മളിങ്ങനെ കുറേ മാസം ഇങ്ങനെ കൊണ്ടുപോയി നമ്മളത് മാക്സിമം എല്ലാം ഊറ്റിയിട്ട് സമയമാകുമ്പോൾ അവർ പറയും ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ സർക്കാരിലോട്ട് വിടും. അതിനും നല്ലത് നമുക്ക് ആദ്യമേ സർക്കാരിൽ പോകണം. ചേട്ടാ എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞ് പറ്റിക്കൊന്നും വേണ്ട. എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ മതി. അപ്പൊ നിനക്ക് നല്ല ചികിത്സയല്ല വേണ്ടത്, കുറെ കാശ് മുടക്കിയാണ് നമ്മൾ പ്രസവിച്ചെന്നുള്ളത് പൊങ്ങച്ചം കാണിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അല്ലേ? അതല്ലേ വേണ്ടത്. ഇപ്പൊ തന്നെ ഞാൻ വീട്ടിൽ വിളിക്കേണ്ടെന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? വീട്ടിൽ വിളിക്കുമ്പോ ചോദിക്കും ഏത് ഡോക്ടറെ കാണുന്നത്, ഏത് ആശുപത്രിയിലാണ് പോണേന്ന്. എന്റെ വീട്ടുകാർ അതിന് പരാതിയൊന്നും പറയില്ല, നിന്റെ വീട്ടുകാർ ചിലപ്പോൾ പറയുമായിരിക്കും. ഇവിടെ പരാതിയല്ല വലുത്. നമ്മുടെ ആദ്യത്തെ കുഞ്ഞാണ്, നല്ല സൗകര്യത്തിൽ തന്നെ വരണം. ഓ ആയിക്കോട്ടെ, നീ നിനക്ക് തോന്നിയ പോലെ പ്രസവിച്ചോ. ഇല്ലെങ്കിൽ ഞാൻ പ്രസവിക്കുന്നില്ല. തുടങ്ങി. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഗർഭിണി ആയി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ കൊണ്ടതിന് പിടിച്ചതിനൊക്കെ അവരുമാര് പിടിവാശിയാ ആണുങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രി പോവാം. പ്രൈവറ്റ് ആശുപത്രി പോകാം. ഇത് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു. ചേട്ടൻ ഇത്രയും നേരം എന്നോട് വഴക്കുണ്ടാക്കിയില്ലേ? ഒരു മസാല ദോശ വേണോന്ന് പോലും ചേട്ടൻ ചോദിച്ചില്ലല്ലോ. ഗർഭിണിയായി അറിഞ്ഞു കഴിഞ്ഞില്ല, അതിനിടയ്ക്ക് തുടങ്ങി മസാല ദോശ. ഈ ഗർഭിണിയായി കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് എല്ലാം ഈ മസാല ദോശ വേണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിലെ കാര്യം? സീരിയലൊക്കെ അങ്ങനെയാണ്. ഓ, ഈ ഗർഭവും മസാല ദോശയായിട്ട് വല്ല ബന്ധമുണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് പണ്ടത്തെ ഒരു ആചാരമാണ്. അന്നത്തെ കാലത്തെ ലക്ഷറി ഫുഡായിരുന്നു മസാല ദോശ. അന്ന് പെണ്ണുങ്ങൾക്ക് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് അവരത് കൊതി പറയുന്നു, കെട്ടിയവന്മാർ ഓടിച്ചെന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. ഇന്നിപ്പോൾ കുഴിമന്തിയോ അല്ല അങ്ങനെ വല്ലതും പറ. അതെങ്ങനെ അത് ഇന്ന് തിന്നല്ലേ അല്ലേ? ഞാനൊന്ന് വിളിച്ച് പറയട്ടെ. വിളിച്ച് പറയണ്ട. ആര്? എടി ഓഫീസിലും പറയണ്ട. ഓഫീസിൽ ലീവ് പറയാൻ. ലീവ് പറയാ? ഞാൻ റെഡി ആവട്ടെ. സ്നേഹത്തിൽ പറ. സ്നേഹത്തിൽ പറഞ്ഞു. മുണ്ടില്ല പോകരുത്. എന്റെ ദൈവം, അതിന് 9 മാസം പെടാ പാടുപെടുമല്ലോ. ഹലോ മീനാക്ഷി, ആ സ്നേഹന്റെ സ്കാനിങ് റിപ്പോർട്ടില്ലേ, അതൊന്ന് ശീതള സാറെ ക്യാബിനിലേക്ക് എത്തിക്ക്. സാർ വിളിച്ചു പറഞ്ഞിരിക്കണം. അതെ, ആ ഗൈനോക്കോളിസ്റ്റ് ഡോക്ടർ ശ്രീധരനൊന്ന് കാണണല്ല. പേര് പറയൂ. രാഘവൻ. പേഷ്യന്റിന്റെ പേര് പറയും. രാഘവൻ. അത് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്കാ ഗർഭം? എനിക്കല്ല ഗർഭം. അല്ല, സാധാരണ ഇവിടെ വരുന്ന ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ കൊണ്ടാ വരില്ല, അതാ ചോദിക്കണത്. ഇത് ഭാര്യമാരില്ല. ഇതിനു മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചീട്ടുണ്ടാവില്ല? അതിന്റെ ചീട്ടൊന്നുമില്ല. എന്തിനാ നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കണേ? നിങ്ങൾ പറഞ്ഞ പണിയെടുക്കുക. എനിക്ക് എന്താ ഡോക്ടറെ കാണാനുള്ള പണി എന്നാ പറ. എന്താണ് ഞാൻ എന്താ കടം വാങ്ങിയ മാറ്റി മക്കളെ വർത്താനം കേട്ടത്? ഇല്ല, ഒരു 400 രൂപ കടിക്ക്. അത് പറ. അടിക്ക്.
ഈ കാർഡ് അവിടെ കാണിക്കാം. 3-ാം നിലയിൽ 2ാമത്തെ റൂമിലാട്ടോ. ലിഫ്റ്റ് ഉണ്ടാ? ആ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. ആ. പിന്നെ അവിടെ പോയിട്ട് ഡോക്ടറോട് ഇങ്ങനെ ചാടി കളിക്കരുത് കേട്ടോ. അയാളെ സ്വഭാവം വളരെ മോശാ. എനിക്ക് എങ്ങനെ സംസാരിക്കണം നിങ്ങൾ പഠിപ്പിക്കണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളൂ. ആ ശരി നല്ല എന്ത് മനുഷ്യനാണിത്. വീട്ടിൽ നിന്ന് ഭാര്യനായിട്ട് എന്തോ കച്ചറുണ്ടാക്കി വരാൻ തോന്നുന്നു. അല്ല, അത് നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടതാണ് നാം പറഞ്ഞതല്ലേ. ഒരു 4 മാസം കൃത്യമായിട്ട് നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കണം. ആയിക്കോട്ടെ. ഡോക്ടറെ, നിങ്ങൾ ഏർത്ത ഗൈനക്കോളജിസ്റ്റാ? സുഹൃത്തേ, എന്താണ്? നിങ്ങൾ എന്റെ ഭാര്യക്ക് പ്രസവം നിർത്താനുള്ള PPS ഓപ്പറേഷൻ നടത്തിയിട്ടില്ലേ? നടത്തിയോ? ആ ശരി, ആയിക്കോട്ടെ. എന്നിട്ട് എന്താണ്? അവള് വീണ്ടും ഗർഭിണിയായി. നടത്തിയോ? കൺഗ്രാറ്റുലേഷൻ. എത്ര പ്രായം ഇപ്പോ? എനിക്ക് 70 വയസ്സ്. 70 വയസ്സാണ്. ആ. ഭാര്യയ്ക്കോ? ഒക്കെ 48. അപ്പൊ എന്താ അത്ര വലിയ ഡിഫറൻസ് വന്നത് ഏജില്? അത് ഞാൻ 2ാം ഘട്ടാണ്. അതെയോ? ആ. ഭാഗ്യവാനാണ്. ശരി ശരി ശരി. ഭാഗ്യവാനോ? ഏതാണ്? നിങ്ങൾ ആസ്പത്രിയിൽ വന്നിട്ട് പ്രസവം നിർത്തി എന്തിന്? ഇനി കുട്ടികളില്ലാണ്ടിരിക്കാനല്ലേ? അതെ. എന്നിട്ട് പിന്നെ 2ാമത് നിങ്ങൾ കുട്ടികൾ ഉണ്ടാവുന്നെന്ന്? അല്ല, അതിപ്പോ എന്നോട് പറഞ്ഞ കാര്യം അതൊക്കെ ദൈവത്തിന്റെ ഒരു കടാട്ടാണ്. അങ്ങനെ വിചാരിച്ചാ മതി നിങ്ങള്. ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ പേരക്കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു കുട്ടീനെ കൂടി നോക്കിയാ പോരാ? അത്രയല്ലേ ഉള്ളൂ. ഇയാൾ പറയുന്നത് അല്ലാണ്ട് ഞാൻ എന്താ പറയണത്? ഇതൊക്കെ സാധാരണ പതിവാണ്. എങ്ങനെയാണ് എങ്ങനെയാന്ന് ഇത് ചെയ്യുന്ന ഈ ഓപ്പറേഷൻ എന്തിനു ചെയ്യുന്നത്? റയർ കേസുകൾ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അത് ഭാര്യന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഭാര്യ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തില്ലേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്? അതെ. അതിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വായിച്ചു നോക്കി. എന്തെന്നാന്ന് നിങ്ങൾ പറയുന്നത്? ഞാനിപ്പോ എന്നാ വേണ്ടേ? എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ മുമ്പ് ആലോചിക്കേണ്ടതാണ്. അല്ലാതെ പിന്നോട് വന്നിട്ട് ഇപ്പൊ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? എന്താ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് കാര്യം എന്നാ ഞാൻ ചോദിക്കുന്നത്. പിന്നെ അബോർഷനുള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ചെയ്യും. എന്റെ ഭാര്യ ഗർഭിണിയാകേണ്ട മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളുടെ പേരും ആസ്പത്രിയുടെ പേരും ഞാൻ കേസ് കൊടുക്കും, സംശയമില്ല. എന്നിട്ട് അതന്നെ പറഞ്ഞേ. എന്താ ഇയാള് പറയണത്? വേണ്ടാത്ത ഓരോ കാര്യങ്ങൾക്ക് നിന്നിട്ട് ഇപ്പൊ എന്റെ നെഞ്ചത്ത് കയറുകയാണ്. 10-70 വയസ്സായിട്ട് വെറുതെ കുത്തിയിരിക്കുകയല്ല. എന്തൊരു കഷ്ടാന്ന് ആലോചിച്ചേക്ക്. ഭാര്യനോരും പോണവരൊക്കെ ഈ നിലയ്ക്കായാല്. ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണോ? ഏത് ഡോക്ടറെ കണ്ടു? ഇവിടെ 3 ഡോക്ടർമാരുണ്ട്. ആരെയാ കണ്ട്? ആരെയും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ? ആരാ നല്ല ഡോക്ടർ? അങ്ങനെ ചോദിച്ചാൽ ഇവിടെ എല്ലാം നല്ല ഡോക്ടർമാരല്ലേ. ആരും മോശം ഉണ്ടാവും നമ്മളെ ഹോസ്പിറ്റലിൽ? എന്നാലും ഉള്ളതില് ഉള്ളതിലിപ്പോ ഇന്നിപ്പോ 2 ഡോക്ടർമാർ നല്ല ബിസിയാ. അവർക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഫുള്ളായി. ഇനിയിപ്പോ ഒഴിവുള്ള ശീതളൻ സാറാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ഡോക്ടർമാര് നല്ലതാണ്, അവർക്ക് തിരക്കാം. മറ്റേ ആൾ കൊള്ളില്ലാത്തോണ്ടാണ്. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൊള്ളൂലെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കില്ല നിങ്ങള്. എല്ലാം നല്ല ഡോക്ടർമാരാണ്. മറ്റുള്ള ഡോക്ടർമാർ ഇന്നലെ ബുക്കിംഗ് ആയിപ്പോയി അവർക്ക്. ഇയാൾ മാത്രമേ ഒഴിവുള്ളൂ. അതാണ് ശീതളൻ സാറ്. ഒരുപാട് പേരെടുത്ത ആളല്ലേ. ലേഡി ഡോക്ടേഴ്സ്. ലേഡി ഡോക്ടേഴ്സ് ഒരാളുണ്ട്, അയാൾ തിയേറ്ററിലാണ്. ഡോക്ടറെ കാണാം. ഇത്ര വലിയ ആശുപത്രിയിൽ പൊട്ട ഡോക്ടർ ഒന്നും വെക്കുന്നില്ല. വന്ന പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളുടെ ഡോക്ടർമാരല്ലേ കാണിക്കുന്നത്. പേര് പറയുന്നത്? മണ്ടോദരി. മണ്ടോദരി. ഭർത്താവ് പേരെന്താ? മന്മഥൻ. മന്മഥൻ. മണ്ടോദരി മന്മഥൻ. കൊറേ നേരം വെയിറ്റ് ചെയ്യണോ? ഒരു 2 മണിക്കൂർ നിൽക്കേണ്ടി വരും. 2 മണിക്കൂറോ? ആ, അത്ര അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഇന്നിപ്പോ നേരിട്ട് വന്ന് ചെയ്തല്ലേ. ഇന്നലെ ബുക്കിംഗ് എടുത്ത ആൾക്കാരുണ്ടേ, അതാണ്. സാറില്ല, ഇവിടെ ക്യാൻറ്റീനില്ലേ? ക്യാൻറ്റീൻ ക്യാൻറ്റീനിൽ കയറി മസാല ദോശ. ആ ക്യാൻറ്റീൻ ഒരു മസാല ദോശക്ക് മേടിച്ചു കൊടുക്കി. ആളല്ലേ. ഈ കാർഡ് ഇത് 3-ാം നിലയിൽ 2ാമത്തെ റൂമിലാട്ടോ. ശരി, ചെല്ലുന്നത് ഇങ്ങോട്ട് പോയിക്കോളി. ക്യാൻറ്റീനിൽ മണ്ടു. അയ്യോ, ചേട്ടൻ ഇവിടെ ആയിരുന്നല്ലേ? ഇതെന്റെ കൂട്ടുകാരില്ലേ അമൃത, അമൃതയുടെ ഹസ്ബൻഡ്. ഇവള് പറയാറുണ്ട്. മണ്ണായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോ വീട്ടിലൊക്കെ വന്നിരുന്നു. അതല്ലേ? ഓർമ്മയില്ലേ? മണ്ടു എന്താ ഇവിടെ? ചെറിയൊരു വിശേഷമുണ്ട്. ആണാ? എത്ര മാസമായി ഇപ്പൊ? ജസ്റ്റ് ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ശരി, അവൾക്കും വിശേഷമുണ്ട്. ഇപ്പൊ 4 മാസമായി. ആണോ? അതെ. ഇവിടെ ഏത് ഡോക്ടറെ നല്ലത് ഗൈനക്കിന്? ഇപ്പൊ ഏത് ഡോക്ടറെ കാണാൻ ചീട്ടെടുത്ത്? ഇപ്പൊ ശീതളൻ. ശീതളൻ സാറിനെ. അതെ, നിങ്ങളൊന്ന് ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. എനിക്കിവിടെ ജോലി ഉണ്ടായിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എൻ്റെ വൈഫിനെ കാണിക്കണത്.
ഇവിടുത്തെ ഡോക്ടർമാർക്ക് ഈ ആശുപത്രി സംരക്ഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, നമ്മളെ ചികിത്സിക്കാനല്ല. ഇപ്പം ഈ ശീതളൻ സാറില്ലേ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ടെസ്റ്റ് എഴുതി തന്നിട്ട് പൈസ മേടിക്കും, പിന്നെ കെയറും ഇല്ല. എൻ്റെ സുഹൃത്തെ ഞാൻ മലയാളത്തിൽ പറഞ്ഞു കൊടുത്ത് നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം, പക്ഷെ കേൾക്കൂല. പിന്നെ ഇത്രയും വലിയ ആശുപത്രിയിൽ നല്ല സംവിധാനങ്ങളില്ലേ? എൻ്റെ മണ്ടോ ആശുപത്രിയുടെ വലിപ്പം നോക്കണ്ട. ഇപ്പം ഇതിലും കെയറും സംവിധാനവും ഒക്കെ ഗവൺമെൻറ് ആശുപത്രിയിലാണ്. കണ്ടോ? അപ്പൊ അവൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അവളെ ഞാനിവിടെ കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഗവൺമെൻറ് ബസ്സിൽ നല്ല ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഒരു 400 രൂപ നമ്മളിവിടെ കൊടുത്തു, അതൊന്ന് ക്യാൻസൽ ചെയ്ത് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? ഇപ്പം 400 കൊടുത്തുള്ളൂ. അത് കിട്ടൂല തിരിച്ച്. ഇപ്പം ഡോക്ടറെ കണ്ടുവെച്ചെങ്കിൽ 4000 പോയാനെ. നിങ്ങളൊരു പണി ചെയ്യും, അല്ലല്ല, എന്തായാലും 400 കൊടുത്തേലേ ആ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോവാം. സിനിമ നടനാ 400 കൊടുത്തിട്ട് കയറി ടിക്കറ്റ് എടുത്ത് കാണാൻ. ഇഷ്ടമുള്ളത് ചെയ്യും. അല്ല ചേട്ടന്റെ 400 രൂപ കൊടുത്തേലേ, അപ്പൊ കാണാലോ എന്ത് പറയുന്നറിയാലോ, ഒന്ന് കാണാം. എന്തായാലും ഒന്ന് വെറുതെ കണ്ടിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.